അവർ എഴുന്നേൽക്കുന്നു. സൈമൺ തീക്കനലുകൾ ഒരു കമ്പുകൊണ്ട് ഇളക്കുന്നു. കുറച്ചുണങ്ങിയ കുറ്റിച്ചെടികളിട്ട് തീ വീണ്ടും കത്തിക്കുന്നു. അതിൽ നിന്നും അക്കൂഷ്യ മരത്തിൻ്റെ ഒരു കമ്പ് കത്തിച്ച് ഗുഹയുടെ വാതിൽക്കൽ ഉയർത്തിപ്പിടിക്കുന്നു. യൂദാസും ജോണും ഗുഹക്കുള്ളിൽ കിടക്കുന്ന മേലങ്കികളും സഞ്ചികളും വെള്ളം വെച്ചിരുന്ന തുകൽ സഞ്ചികളും ശേഖരിക്കുന്നു. ഒരു സഞ്ചിയിൽ മാത്രമേ വെള്ളമുള്ളൂ. സാധനങ്ങൾ എടുത്ത ശേഷം പന്തം പാറയിൽ അടിച്ച് കെടുത്തുന്നു. സഞ്ചിയെടുത്ത് മേലങ്കി അരക്ക് ചുറ്റും ഒരു പട്ട കൊണ്ട് കെട്ടുന്നു. നടക്കുമ്പോൾ കാല് തട്ടാതിരിക്കാനാണിത്. തീക്കനലുകളെല്ലാം കാലുകൊണ്ട് നാലുപാടും തെറിപ്പിച്ച് തീയണയ്ക്കുന്നു. നിശബ്ദരായി ഒരാൾക്ക് പിറകെ ഒരാൾ എന്ന രീതിയിൽ കുത്തനെയുള്ള ഒരു വഴിയെ അവർ മലയിറങ്ങി. ഇനിയും ഉണങ്ങിപ്പോയിട്ടില്ലാത്ത പുല്ലുമേഞ്ഞുകൊണ്ട് നടന്നിരുന്ന ചെറിയ ജന്തുക്കൾ ഭയന്നോടി. ദീർഘമായ ഒരു യാത്രയാണ് അവരുടേത്. വിഷമം പിടിച്ച യാത്ര. അവസാനം അവർ നിരപ്പായ സ്ഥലത്തെത്തി. അവിടെ നടക്കാനും പ്രയാസമാണ്. കൂർത്ത കല്ലുകളും പാറക്കഷ്ണങ്ങളും അവരുടെ കാലിൽ തുളച്ചു കയറി. പൊടിയടിഞ്ഞ ഈ കല്ലും ചരലും മൂടിക്കിടക്കുന്നത് കൊണ്ട് ചവിട്ടുമ്പോഴേ അറിയൂ. കുറേ അങ്ങ് ചെല്ലുമ്പോൾ വഴിയുടെ ഇരുഭാഗത്തും മുൾച്ചെടികളാണ്. മുള്ള് ഉടുപ്പിൻ്റെ അടിഭാഗത്തുടക്കും. കയ്യിലും കാലിലും കൊള്ളുകയും ചെയ്യും. പക്ഷേ നിരപ്പായ സ്ഥലത്ത് കുറേ കൂടി വേഗം നടക്കാം. തലക്ക് മുകളിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ മനോഹരമായ ആകാശം. അവർ മണിക്കൂറുകൾ നടന്നു. നിരപ്പായ സ്ഥലം മരുപ്രദേശമാണ്. കാണുന്നവർക്ക് മനസ്സിൽ ആകെ വിഷാദമുണ്ടാക്കുന്ന കാഴ്ച. പാറയുടെ വിടവുകളിലും മണ്ണിൽ അവിടെയുള്ള കുഴികളിലും തിളങ്ങുന്ന ചെതുമ്പൽ പോലെ എന്തോ കാണാം. വജ്രക്കല്ലിൽ നിന്നും പൊളിഞ്ഞു പോന്ന തോട് പോലെ തോന്നും. ജോൺ കുനിഞ്ഞവയെ സൂക്ഷിച്ചു നോക്കുന്നു. മേൽമണ്ണിനടിയിലുള്ള ഉപ്പാണ്. അവിടെ അത്രയും ഉപ്പാണ്. പുതുമഴ പെയ്യുമ്പോൾ ഈ ഉപ്പ് മണ്ണിന് മുകളിലെത്തുന്നു. പിന്നെ വെയിലത്ത് അത് വറ്റി ഇങ്ങനെയാകുന്നു. അതുകൊണ്ടാണ് ഈ പ്രദേശം ജനവാസയോഗ്യമല്ലാതായത്. കിഴക്കേ കടൽ ഭൂമിക്കടിയിലുള്ള ഊടുവഴികളിലൂടെ അതിൻ്റെ മാരകമായ കൈകൾ നീട്ടുന്നു. ശുദ്ധജലം ഊറി വരുന്ന ഊറ്റുകൾ. ഈ ഉപ്പ് കഴുകിക്കളയുന്നിടത്തെ ചെടികൾ വളരുകയുള്ളൂ. അവിടെ അല്പം സ്വസ്ഥത അനുഭവപ്പെടും, ഈശോ വിശദീകരിച്ചു. അവർ യാത്ര തുടരുകയാണ്. പിശാച് പണ്ട് ഈശോയെ പരീക്ഷിച്ചു കഴിഞ്ഞ പാറയുടെ അടുത്തെത്തുമ്പോൾ ഈശോ നിൽക്കുന്നു. നമുക്കിവിടെ അല്പസമയം ചെലവഴിക്കാം, ഇവിടെ ഇരിക്കാം. താമസിയാതെ നേരം വെളുക്കും. നമ്മൾ 6 മണിക്കൂർ നടന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും, ദാഹിക്കുന്നുണ്ടാവും, നല്ല ക്ഷീണം തോന്നുന്നുണ്ടാവും. ഇത് കഴിക്കൂ, ഇത് കുടിക്കൂ, ഇവിടെ എൻ്റെ അടുത്തിരിക്കൂ. ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാൻ പോകുകയാണ്. ഇത് നിങ്ങളുടെ കൂട്ടുകാരോടും ലോകം മുഴുവനോടും പറയണം. ഈശോ സഞ്ചി തുറന്ന് കുറച്ച് റൊട്ടിയും ചീസും പുറത്തെടുത്തു. അത് മുറിച്ച് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. തുകൽ സഞ്ചി എടുത്ത് കുറച്ച് വെള്ളം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു. അതെല്ലാവരും മാറി മാറി കുടിച്ചു. ഗുരു, അങ്ങൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, കേട്ടുകൊള്ളൂ. ഒരു ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, എനിക്ക് എപ്പോഴെങ്കിലും പ്രലോഭനത്തിൽ ഉൾപ്പെടാൻ ഇടയായിട്ടുണ്ടോ? പ്രലോഭനമുണ്ടായപ്പോൾ അതിന് കീഴടങ്ങിയിട്ടുണ്ടോ? അതാണ് അയാൾക്ക് അറിയേണ്ടിയിരുന്നത്. പിതാവേ, പ്രലോഭനങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തരുതേ എന്ന് മിശിഹായായ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രലോഭനങ്ങളെ ചെറുക്കാൻ ശക്തി സമ്പാദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി. ഈശോ ശാന്തമായി സാവധാനം സംസാരിക്കുന്നു. അവർക്ക് തീർത്തും അജ്ഞാതമായ ഒരു കാര്യം പറയുന്നത് പോലെയാണ് സംസാരം. അല്പം ജാളിതയോടുകൂടി യൂദാസ് തലകുനിച്ചു. ഈശോയുടെ മുഖത്ത് കണ്ണു നട്ടിരുന്ന മറ്റു 2 ശിഷ്യന്മാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഈശോ തുടർന്നു. ആ മനുഷ്യനെ അവ്യക്തമായി മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു സംഗതി നിങ്ങളിപ്പോൾ മനസ്സിലാക്കും. ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം ഞാനിവിടെ വന്നു. എന്നിൽ കളങ്കമില്ലായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ ആരും പൂർണ്ണമായും കറയറ്റവരല്ല. ഞാൻ ഒരു മനുഷ്യനാണ്. സത്യം എന്തെന്നറിയുകയും ദൈവത്തിൻ്റെ അരൂപി വചനത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന് സ്നേഹം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് കാണുകയും ചെയ്ത പ്രവാചകൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്വർഗത്തിൽ നിന്നുണ്ടായ അശരീരിയും പ്രവാചകൻ കേട്ടു. ഇതാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. സ്നാപകൻ ഇത് പറഞ്ഞപ്പോൾ ജോൺ അവിടെ ഉണ്ടായിരുന്നുവല്ലോ. സ്നാനം സ്വീകരിച്ച ശേഷം ഉള്ളിലും പുറമേയും ഞാൻ പരിശുദ്ധനാണ്. എങ്കിലും ഒരുങ്ങണം.
തയ്യാറെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് സത്യമാണ്. നീ എന്നെ നോക്കൂ, ഞാൻ മിശിഹായാണ്. എങ്കിലും ഒരു സാധാരണ മനുഷ്യനേക്കാൾ വലിയവനായി എന്നെ ഞാൻ കണ്ടില്ല. മിശിഹ മനുഷ്യൻ, പൂർണ്ണമായും മനുഷ്യൻ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും മനുഷ്യനെ പോലെ ആകട്ടെ എന്ന് കരുതി. തിന്മക്ക് കീഴടങ്ങുന്നതൊഴിച്ച് എല്ലാ കാര്യത്തിലും മിശിഹ മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ്. യൂദാസ് തല ഉയർത്തി തൻ്റെ മുമ്പിലിരിക്കുന്ന ഈശോയെ നോക്കി. നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ ഈശോയുടെ കണ്ണുകൾ തിളങ്ങുന്ന 2 നക്ഷത്രങ്ങൾ പോലെ. ഗുരുവാകാൻ തയ്യാറെടുക്കുന്നവൻ ആദ്യം ശിഷ്യനാകണം. ഞാൻ ദൈവപുത്രനാണ്, ദൈവമാണ്, എനിക്കെല്ലാം അറിയാം. മനുഷ്യൻ്റെ ബലഹീനതയും അവൻ്റെ ഉള്ളിൽ നടക്കുന്ന നിരന്തര സംഘർഷവും എൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ അറിവ് ഗ്രഹണശക്തി കൊണ്ട് ഉണ്ടാകുന്നതും മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമാണ്. അത് അനുഭവജ്ഞാനമല്ല. അനുഭവജ്ഞാനമില്ലെങ്കിൽ എൻ്റെ എളിയ സുഹൃത്തുക്കളിൽ ആരെങ്കിലും പറയും, എൻ്റെ എളിയ മക്കളിൽ ആരെങ്കിലും പറയും, ഗുരു ഒരു മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളും വികാരങ്ങളും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടാ. ന്യായമായും എടുത്തു പറയാവുന്ന ഒരു കുറവായിരിക്കും അത്. ഞാനിവിടെ ഈ മലയിൽ പ്രലോഭനത്തെ നേരിടാൻ കൂടിയാണ് വന്നത്. നിങ്ങളിരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് എനിക്ക് പ്രലോഭനമുണ്ടായത്. ആരാണ് എന്നെ പ്രലോഭിച്ചത്? മനുഷ്യരാരുമല്ല. മനുഷ്യൻ്റെ ശക്തി പരിമിതമാണ്. എന്നെ പരീക്ഷിച്ചത് പിശാച് തന്നെയാണ്. ഞാൻ തീർത്തും ക്ഷീണിതനായിരുന്നു. 40 ദിവസമായിരുന്നു എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട്. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ, ദൈവവുമായി സംഭാഷണം നടത്തുമ്പോൾ അനുഭവപ്പെടുന്ന സന്തോഷത്തിനിടയിൽ ഇതെല്ലാം മറന്നുപോയെങ്കിലും വിശപ്പ് അസഹ്യമല്ലാതായി. ശരീരത്തെ മാത്രം ബാധിക്കുന്ന ഭൗതികമായ ഒരു അസ്വസ്ഥത മാത്രമായി അതിനെ ഞാൻ കണ്ടു. പിന്നെ ഞാൻ ലോകത്തിലേക്ക് മടങ്ങി വന്നു. ലോകത്തിൻ്റെ രീതികൾ, ആവശ്യങ്ങൾ എനിക്കും ബാധകമായി. എനിക്ക് വിശന്നു, ദാഹിച്ചു. മരുഭൂമിയിലെ മരം കോച്ചുന്ന തണുപ്പത്ത് ഞാൻ തണുത്തു വിറച്ചു. വിശ്രമമില്ലാതെ ദീർഘദൂരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം എൻ്റെ ശരീരത്തെ തളർത്തിയിരുന്നു. ഇനിയും മുമ്പോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാനും മനുഷ്യനാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ശരീരമാണ്, മാംസവും രക്തവുമാണ്. അതിനെല്ലാ മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ക്ഷീണവും ബലഹീനതയും അനുഭവപ്പെടും. അതുപോലെ തന്നെ എനിക്കും ഒരു ഹൃദയമുണ്ട്. മനുഷ്യൻ്റെ ഘടകങ്ങളിൽ 1ഉം 2ഉം ഞാൻ സ്വീകരിച്ചു. ശാരീരികമായ ഘടകവും അതിൻ്റെ ആവശ്യങ്ങളും, പെരുമാറ്റ രീതികളും വികാരങ്ങളും ഞാൻ സ്വീകരിച്ചു ഇച്ഛാശക്തി കൊണ്ട്. ജനിച്ചപ്പോൾ തന്നെ ചീത്ത വികാരങ്ങളെ ഞാൻ കീഴ്പ്പെടുത്തിയിരുന്നു. പക്ഷേ സൽവികാരങ്ങൾ പഴക്കം ചെന്ന സിഡാർ മരങ്ങളെ പോലെ വളരുന്നതിന് ഞാൻ അനുവദിച്ചു. അച്ഛനമ്മമാരോട് ഒരു മകന് തോന്നുന്ന സ്നേഹം, മാതൃഭൂമിയോടുള്ള സ്നേഹം, സൗഹൃദം, ജോലി, നല്ലതെല്ലാം ഞാൻ സ്വീകരിച്ചു. പരിശുദ്ധമായതെല്ലാം ഞാൻ സ്വീകരിച്ചു. ഇവിടെ എത്തിയപ്പോൾ അമ്മയിൽ നിന്ന് അകന്നിരിക്കുന്നതിൽ വിഷമം തോന്നി. അമ്മയുടെ ശുശ്രൂഷ തളർന്നു ക്ഷീണിച്ച എൻ്റെ ശരീരത്തിന് കിട്ടാതെ പോയതിൽ ഞാൻ ദുഃഖിച്ചു. പൂർണ്ണമായും എന്നെ സ്നേഹിച്ച ഏക വ്യക്തിയിൽ നിന്നും അകന്നു പോകുന്നതിലുള്ള പ്രയാസം ഞാൻ അനുഭവിച്ചു. മകനു വേണ്ടി ഏറെ കണ്ണുനീർ പൊഴിക്കാൻ വിധിക്കപ്പെട്ട അമ്മയെ ഓർത്ത് ഞാൻ ദുഃഖിച്ചു. മകനു വേണ്ടിയും കഷ്ടന്മാരുടെ ചെയ്തികൾ കാരണവും അവൾ കരഞ്ഞു കണ്ണീർ വെട്ടിക്കും. തൻ്റെ ഉദ്യമങ്ങളെല്ലാം അവസാനം നിഷ്ഫലമായി തീരുമെന്ന് മുൻകൂട്ടി കാണുന്ന ധീരനായകൻ്റെയും താപസൻ്റെയും മനോവ്യതയും ഞാൻ അനുഭവിച്ചു. ഞാൻ കരഞ്ഞു. വിഷാദം അത് പിശാചിൻ്റെ ഒരു ചൂണ്ടയാണ്. വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ വിഷാദവും ദുഃഖവും സ്വാഭാവികമാണ്. വിഷാദത്തിനപ്പുറം നിരാശയിലേക്കും നിഷ്ക്രിയതയിലേക്കും കടന്നാൽ അത് പാപമായി തീരും. പക്ഷേ ആരെങ്കിലും ആത്മീയമായി പരീക്ഷണനാണെന്ന് കണ്ടാൽ പിശാചുടൻ അടുത്തെത്തും. അവൻ വന്നു. കാരുണ്യവാനായ ഒരു വഴിയാത്രക്കാരൻ്റെ വേഷത്തിൽ അവൻ വന്നു. അവനെ കണ്ടാൽ നല്ലവനാണെന്ന് തോന്നും. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. 30 വയസ്സ് പ്രായം. അയാൾ എന്നെ സഹായിക്കാൻ തയ്യാറായി. ആദ്യം അയാൾ പറഞ്ഞു, ഈ കല്ലുകളോട് അപ്പമായി മാറാൻ പറയൂ. അതിനു മുമ്പ് അയാൾ എന്നോട് സ്ത്രീകളെ പറ്റി സംസാരിച്ചു. പെണ്ണിൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് അവൻ. അവളെപ്പറ്റി എങ്ങനെ സംസാരിക്കണമെന്ന് അവനറിയാം. അവൻ ആദ്യമായി വശീകരിച്ച കുഴിയിൽ വീഴിച്ചത് സ്ത്രീയെയാണ്. പിന്നീട് അവൾ അവൻ്റെ കയ്യിൽ ഒരു കരുവായി മാറി. ഞാൻ ദൈവപുത്രൻ മാത്രമല്ല, ഞാൻ നസ്രസിലെ മരപ്പണിക്കാരനായ ഈശോയുമാകുന്നു. എനിക്ക്
പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും പ്രലോഭനങ്ങൾക്ക് അതീതനാണെന്ന് കരുതി എന്നോട് അസൂയപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞു, കൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആവേശമടങ്ങും. തള്ളിക്കളഞ്ഞ ഒരു പ്രലോഭനമാകട്ടെ ഒന്നുകൂടി ശക്തി പ്രാപിച്ച് വീണ്ടും മുമ്പിലെത്തും. ഇതിൻ്റെ പിന്നിലുള്ളത് പിശാചാണ്. ഞാൻ പാപം ചെയ്തിട്ടില്ലെങ്കിലും ശക്തമായ പ്രലോഭനത്തിന് വിധേയനായിട്ടുണ്ട്. വിശപ്പിനെയും സ്ത്രീയുടെ ആകർഷകത്വത്തെയും ഞാൻ കീഴടക്കി. ലോകത്ത് വിജയം നേടാൻ ഏറ്റവും പറ്റിയ സഹായി സ്ത്രീയാണ് എന്ന് പറഞ്ഞത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ പൂർണ്ണമായും ശരിയാണ്. വയറിൻ്റെ വിശപ്പടക്കുന്നത് കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് ഞാൻ പിശാചിനോട് പറഞ്ഞു. അതുകൊണ്ട് പ്രലോഭനം അവസാനിച്ചില്ല. അപ്പോൾ അവൻ എൻ്റെ ദൗത്യത്തെപ്പറ്റി സംസാരിച്ചു തുടങ്ങി. യുവാവിനെ വീഴിക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടപ്പോൾ അവൻ്റെ നോട്ടം മിശിഹായിലായി. ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ദേവാലയത്തിൽ കൊള്ളരുതായ്മ കാട്ടുന്ന പുരോഹിതന്മാരെയെല്ലാം അമർച്ച ചെയ്യാൻ അവൻ എന്നെ ഉപദേശിച്ചു. ഒരത്ഭുതം. ആകാശത്തു നിന്നും തീ വീഴണം. നമ്മുടെ വ്യക്തിപരമായ മഹത്വം ഉറപ്പുവരുത്താനുള്ളതല്ല ദൈവിക ശക്തിയും അത്ഭുതങ്ങളും. ആരും ദൈവത്തെ പരീക്ഷിക്കരുത്. മാനുഷികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ അത്ഭുതത്തിന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതാണ്. ഞാൻ ദൈവത്തെ പരീക്ഷിക്കണമെന്നായിരുന്നു പിശാചിൻ്റെ ആവശ്യം. അവൻ പറഞ്ഞ യുക്തി ഇതാണ്, പക്ഷെ അതിൻ്റെ പിറകിലുള്ളതോ നീ മിശിഹായാണ് എന്ന് ഊറ്റം കൊള്ളൂ എന്നത്രേ. അത് വേറൊരു തരം അതിമോഹമാണ്, അഹങ്കാരത്തിൻ്റെ അതിമോഹം. നിന്റെ കർത്താവായ ദൈവത്തെ നീ പരീക്ഷിക്കരുത് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവന് കുലുക്കമൊന്നുമില്ല. അവൻ മൂന്നാമത്തെ പ്രലോഭനവുമായി വന്നു. സ്വർണത്തിൻ്റെ മാഹാത്മ്യം. വിശക്കുന്നവന് അപ്പം വലുതാണ്, സുഖലോലുപന് അതിലും വലുതാണ് സ്ത്രീ. ബഹുജനങ്ങളുടെ കണ്ണിലുണ്ണിയായി അവരുടെ ആരാധനയ്ക്ക് പാത്രമായി നടക്കുന്നത് ചിലർക്ക് ഹരമാണ്. ഈ മൂന്നും ഒട്ടേറെ കുറ്റകൃത്യങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. സ്വർണമാകട്ടെ എല്ലാ പൂട്ടുകളും തുറക്കുന്ന താക്കോലാണ്. എന്തിനേയും കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണിയാണ്. 99% പ്രവൃത്തികളുടെയും ആദിയും അന്തവും സ്വർണമാണ്. അപ്പത്തിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും മനുഷ്യൻ മോഷ്ടാവാകും. അധികാരം നേടാൻ അവൻ വിഗ്രഹാരാധന നടത്തും. സ്വർണത്തിൻ്റെ ധനത്തിൻ്റെ രാജാവായ പിശാച് അവൻ്റെ സ്വർണം എനിക്ക് വാഗ്ദാനം ചെയ്തു. പ്രതിഫലമായി ഞാൻ അവനെ വണങ്ങണം. അനശ്വരമായ ദൈവവചനം ഉരുവിട്ട് ഞാൻ അവനെ തകർത്തു. അവൻ പരാജയപ്പെട്ട് ഓടിമറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, നീ നിന്റെ കർത്താവായ ദൈവത്തെ ആരാധിക്കണം, വേറെ ആരെയും ആരാധിക്കരുത്. ഇതെല്ലാം സംഭവിച്ചത് ഇവിടെ വെച്ചാണ്. ഈശോ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചുറ്റുപാടും പരന്ന ഭൂമിയാണ്. സാധാരണ തോന്നുന്നതെങ്കിലും കൂടുതൽ പൊക്കം തോന്നും. നക്ഷത്രങ്ങളുടെ തിളങ്ങുന്ന വെളിച്ചം ഈശോയുടെ മേൽ പതിക്കുന്നതും ഈ തോന്നലിന് കാരണമാണ്. ശിഷ്യന്മാരും എഴുന്നേറ്റു. യൂദാസിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, അപ്പോൾ മാലാഖമാരെത്തി, കർത്താവിൻ്റെ ദൂതന്മാർ. മനുഷ്യൻ 3 മേഖലകളിൽ വ്യാപിച്ചു കിടന്നൊരു യുദ്ധം ജയിച്ചു. മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനുഷ്യപുത്രൻ മനസ്സിലാക്കി. ആ യുദ്ധം മനുഷ്യപുത്രൻ ജയിച്ചു. ഞാൻ പരീക്ഷണനായിരുന്നു. ഏറെ ദിവസം നീണ്ടുനിന്ന ഉപവാസത്തെക്കാൾ ക്ഷീണിപ്പിക്കുന്നതായിരുന്നു ഈ പ്രലോഭനവും അതുണ്ടാക്കിയ മാനസിക സംഘർഷവും. അവസാനം അരൂപി വിജയിച്ചു. അറിവുള്ള ഒരു പരിപൂർണ സൃഷ്ടിയായി ഞാൻ മാറുന്നത് കണ്ട് സ്വർഗവാസികൾ അത്ഭുതപ്പെട്ടിരിക്കും. എനിക്കും അത്ഭുതം പ്രവർത്തിക്കാനുള്ള സിദ്ധി ലഭിച്ചത് ആ നിമിഷം മുതലാണ്. ഞാൻ ദൈവമായിരുന്നു. ഞാൻ മനുഷ്യനായി പിറന്നു. മനുഷ്യപ്രകൃതിയിൽ കടന്നുകൂടിയിരുന്ന മൃഗസ്വഭാവത്തെ കീഴടക്കിയപ്പോൾ ഞാൻ മനുഷ്യദൈവമായി. ഞാനിപ്പോഴും അതുതന്നെ, മനുഷ്യനും ദൈവവും. ദൈവമെന്ന നിലയിൽ ഞാൻ സർവശക്തനാണ്. ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഞാൻ സർവജ്ഞാനിയാണ്. ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ചെയ്തത് ചെയ്യണം. അതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഞാൻ പിതാവിനോട് സഹായം അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് അത്ഭുതം തോന്നി. എന്നെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചത് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ശക്തിക്ക് അപ്പുറം എന്നെ പരീക്ഷിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മനുഷ്യന് ഇനി അത്ഭുതമോ അതിശയമോ തോന്നാനിടയില്ല. ഇപ്പോൾ അയാൾക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ ഞാൻ ചെയ്തതുപോലെ എൻ്റെ നാമത്തിൽ എല്ലാം ചെയ്ത് വിജയം കൈവരിക്കണം. ഞാൻ യഥാർത്ഥത്തിൽ മനുഷ്യനും ദൈവവുമാണ്.
എന്ന വസ്തുത വിസ്മരിക്കരുത്. ജീവിതത്തിലെ എല്ലാ പ്രലോഭനങ്ങളിലും ഞാൻ അടിപതറാതെ നിന്നു. ഇന്ദ്രിയങ്ങളുടെയും ഭോഗാസക്തിയുടെയും വികാരങ്ങളുടെയും ആക്രമണത്തെ ഞാൻ ചെറുത്ത് തോൽപ്പിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കണം. നിങ്ങൾക്ക് ഗുരുവിനെ മനസ്സിലാക്കി തരുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു. ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ ഉദയം മുതൽ നട്ടുച്ച വരെയുള്ള കാലഘട്ടം. നമ്മുടെ മുൻപിൽ ഇപ്പോൾ കാണുന്ന സൂര്യോദയം പോലെ മനോഹരമായിരുന്നു ഗുരുവിൻ്റെ ഉദയവും. മധ്യാഹ്നത്തിൽ നിന്ന് ഞാൻ പുറപ്പെട്ടത് മാനുഷികമായ എൻ്റെ സായാഹ്നത്തിലേക്കായിരുന്നു. ഞാൻ നിങ്ങളിൽ ഒരാളോട് പറഞ്ഞു, ഞാനും തയ്യാറെടുത്തു. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. എൻ്റെ ജന്മസ്ഥലത്തേക്കും ഞാൻ തപസ് ചെയ്ത സ്ഥലത്തേക്കും എന്നോടൊപ്പം വന്ന നിങ്ങൾക്ക് നന്ദി. എനിക്ക് ലോകവുമായി ഇടപെടേണ്ടി വന്ന ഉടൻ കയ്പുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. അതെന്നെ ദുഃഖിപ്പിച്ചു, വിഷാദമഗ്നനാക്കി. വർണ്ണിക്കാനാകാത്തത്ര വികലമായിരുന്നു ആ അനുഭവങ്ങൾ. സിംഹാസനത്തിൻ്റെ മജ്ജ കൊണ്ട് ഞാനിതാ വീണ്ടും ശക്തനായി. എൻ്റെ ആത്മാവിന് ബലം നൽകുന്ന ആഹാരം ലഭിച്ചു. ഏകാന്ത പ്രാർത്ഥനയിലൂടെ പിതാവുമായി ഐക്യപ്പെടുക എന്നതാണ് എൻ്റെ ബലം. എനിക്കിനി ലോകത്തിലേക്ക് മടങ്ങിപ്പോകാം. ഒരിക്കൽ കൂടി എനിക്ക് എൻ്റെ കുരിശ് ചുമക്കാം. രക്ഷകൻ ചുമക്കുന്ന ആദ്യത്തെ കുരിശ് ലോകവുമായുള്ള ഈ സമ്പർക്കമാണ്. മേരിയെപ്പോലെയും ജോണിനെ പോലെയുമുള്ള ഏതാനും ആളുകൾ മാത്രമല്ല ഈ ലോകം. ലോകവുമായും ബന്ധപ്പെടൽ അതുതന്നെയാണ് എൻ്റെ കുരിശ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, പ്രത്യേകിച്ചും ജോൺ. നാം എൻ്റെ അമ്മയുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും അടുത്തേക്ക് മടങ്ങിപ്പോകുകയാണ്. പുത്രൻ്റെ സ്നേഹത്തിന് ജനങ്ങളിൽ നിന്നും കിട്ടിയ ക്രൂരമായ പ്രതികരണത്തെപ്പറ്റി അമ്മയോട് പറയരുത്. അമ്മയെ അത് ഏറെ വേദനിപ്പിക്കും. മനുഷ്യൻ്റെ ക്രൂരത കൊണ്ട് അവൾ വളരെയധികം സഹിക്കാനിരിക്കുന്നതേയുള്ളൂ. ആ പാനപാത്രം നാം ഇപ്പോഴേ അമ്മയുടെ കയ്യിൽ കൊടുക്കേണ്ടതില്ല. അവൾക്കത് യഥാകാലം ലഭിക്കും. കയ്പ് നിറഞ്ഞ കാസയായിരിക്കും അത്. അതിൻ്റെ കയ്പ് ഭീകരമായിരിക്കും. വിഷം പോലെ അത് രക്തധമനികളിലൂടെ സംക്രമിക്കും. അതീന്ദ്രിയങ്ങളിൽ വ്യാപിച്ചവയെ മരവിപ്പിക്കും. ബെത്ലഹേമും ഹിബ്രോണും ഒരു പട്ടിയെപ്പോലെ എന്നെ ആട്ടിപ്പായിച്ചു എന്ന് അമ്മയോട് പറയണ്ട. അമ്മയോട് ദയവ് കാട്ടുക. സൈമൺ, നിനക്ക് പ്രായവും പക്വതയുമുണ്ട്. നീ നല്ലവനാണ്. നീ ഇതേപ്പറ്റി ഒരക്ഷരം മിണ്ടില്ല. യൂദാസേ, നീ യൂദയക്കാരനാണ്. യൂദയോടുള്ള സ്നേഹവും സ്വന്തം നാടിനെ പറ്റിയുള്ള അഭിമാനവും നിന്റെ നാവടക്കിക്കൊള്ളും. എന്നാൽ ജോണോ, നീ ഒരു ഗലീലിയക്കാരനാണ്. നീ ചെറുപ്പമാണ്. അഹങ്കാരത്തിൻ്റെയും വിമർശനത്തിൻ്റെയും ക്രൂരതയുടെയും പാപം നീ ചെയ്യരുത്. ഒന്നും മിണ്ടരുത്. കാലാന്തരത്തിൽ നിനക്ക് മറ്റുള്ളവരോട് ഇപ്പോൾ ഞാൻ പറഞ്ഞതും നിങ്ങൾ കണ്ടതുമെല്ലാം വിശദമായി പറയാം. ഇപ്പോൾ തന്നെ മിശിഹായെപ്പറ്റി പറയാൻ ധാരാളമുണ്ട്. പിന്നെ എന്തിന് സാത്താൻ്റെ വിക്രിയെപ്പറ്റി പറയണം? സുഹൃത്തുക്കളെ, നിങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടതുപോലെ ചെയ്യുമല്ലോ. ഗുരു, ഞങ്ങളൊന്നും പറയുകയില്ല. അങ്ങേക്ക് അതേപ്പറ്റി ആശങ്ക വേണ്ട. വലിയ ഉപകാരം. ആ കാണുന്ന ചെറിയ മരിപ്പച്ചയിലേക്ക് പോകാം. അവിടെ ഒരു ഊറ്റുണ്ട്. തണുത്ത വെള്ളം ധാരാളമുണ്ട്. തണലുണ്ട്. പച്ച ചെടികളുമുണ്ട്. ആറിൻ്റെ അടുത്തേക്ക് പോകുന്ന പാത ആ മരുപ്പച്ചക്കപ്പുറത്താണ്. വൈകുന്നേരം വരെ അവിടെ വിശ്രമിക്കാം. അവിടെ ആഹാരം ലഭിക്കും. രാത്രി നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ആറ്റിൻകരയിൽ ആറ് കടക്കുന്ന സ്ഥലത്തെത്തി അവിടെ ജോസഫിനെ കാത്തിരിക്കാം. അഥവാ അവൻ മടങ്ങിയെത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അവിടെ വെച്ച് കാണാം. നമുക്ക് പോകാം. അവർ യാത്ര തിരിച്ചു. അപ്പോൾ കിഴക്ക് പുതിയൊരു ദിവസം പിറന്നതിൻ്റെ നാന്ദിയായിരുന്നു. ചക്രവാളത്തിൽ അരുണിമ പടർന്നു തുടങ്ങി.